പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് എം എൻ കാരശ്ശേരി മുന്നോട്ട് വെച്ചതും വലതുപക്ഷ മാധ്യമങ്ങളും UDF നേതൃത്വവും കഴിഞ്ഞ കുറേ കാലമായി നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു നെറേഷനെക്കുറിച്ചാണ്. ആ നെറേഷൻ മറ്റൊന്നുമല്ല, കേരളത്തിൽ ഭരണത്തുടർച്ചയുണ്ടാവരുത്, ഭരണത്തുടർച്ച ജനാധിപത്യത്തിന് ഭീഷണിയാണ്. കാരശ്ശേരി മാഷ് 2021 മുതൽ ആരംഭിച്ച ഈ ഒരു വാദം സച്ചിദാനന്ദ മാഷെപ്പോലെ, സാറ ടീച്ചറെ പോലെയുള്ള ആളുകൾ ആവർത്തിച്ചതോടുകൂടിയാണ് അത് കേരളം വളരെ ഗൗരവാവഹം വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായത്. ഭരണത്തുടർച്ച കേരളത്തിലെ ഇടതുപക്ഷത്തെ തന്നെ തകർത്ത് കളയുമെന്നാണ് കാരശ്ശേരി മാഷെ തുടർന്ന് ഇപ്പോൾ സച്ചി മാഷും സാറ ടീച്ചറുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഭരണ തുടർച്ചയെന്നത് കേരളത്തിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യക്കാകെ മാതൃകയായിരിക്കുന്ന സാമൂഹ്യ മൈത്രിയും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ സമരത്തിൻ്റെ പ്രശ്നമാണ്. സച്ചിദാനന്ദ മാഷെപ്പോലുള്ള ആളുകൾ ആശങ്കപ്പെടുന്ന പോലെ അത് ഇന്നത്തെ ഇന്ത്യൻ ഭരണ വ്യവസ്ഥക്കകത്ത്, കേന്ദ്രീകൃതമായ ഭരണവ്യവസ്ഥക്കകത്ത് ഒരു ഫെഡറൽ യൂണിറ്റുമാണ് മാത്രമാണ് കേരളം. കോൺഗ്രസും BJP ഒക്കെ തുടരുന്ന നിയോ ലിബറൽ നയങ്ങൾക്ക് വർഗീയ അജണ്ടക്കെതിരായിട്ടുള്ള ഒരു ബദലാണ് കേരളം ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ ബദൽ സംവിധാനം എന്നതിനേക്കാണ് കേരളത്തിലെ സർക്കാർ നിലനിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർച്ചയായ അധികാരം കേരളം പോലൊരു സമൂഹത്തിന് അഭികാമ്യമല്ലെന്ന ഒരാലോചനയിൽ നിന്നാണ് സച്ചി മാഷ് തുടർഭരണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരർത്ഥത്തിലും മാഷ് തന്നെ വ്യക്തമാക്കിയതുപോലെ ഇടതുപക്ഷത്തിന് പകരം UDFനെ അധികാരത്തിലെത്തിക്കണം, അല്ലെങ്കിൽ BJPക്ക് അധികാരം കിട്ടണം എന്നൊരു നിലപാട് നിന്നേയല്ല, ഭരണത്തുടർച്ച ഉണ്ടാക്കുന്ന തെറ്റായ പ്രവണതകളെയാണ്. കാരശ്ശേരി മാഷാവട്ടെ UDF അനുകൂലമായ നിലപാടിൽ നിന്നാണ് ഭരണത്തുടർച്ച ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഭരണം കിട്ടാതെ പോയാൽ കോൺഗ്രസ് ഇല്ലാതാവും. കാരശ്ശേരി മാഷെപ്പോലുള്ള ആളുകൾ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് നശിക്കരുതെന്ന ആഗ്രഹമുണ്ട്. ആ ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഇനി ഒരു തവണ കൂടി കോൺഗ്രസ്സിന് അധികാരം കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം തുടർ ഭരണമുണ്ടായാൽ കോൺഗ്രസ്സുകാരെല്ലാം BJPയിൽ തീരുമെന്നാണ്, BJPയിൽ പോകുമെന്നാണ് കാരശ്ശേരി മാഷ് ആശങ്കപ്പെടുന്നത്. ഇവിടെ കാരശ്ശേരി മാഷെ പ്രത്യേകമായ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കർണാടകയിലും ഗോവയിലും അരുണാചൽ പ്രദേശിലും മധ്യപ്രദേശിലും, അതൊക്കെ പോട്ടെ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ പോലും കോൺഗ്രസ്സുകാർ ജയിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഭൂരിപക്ഷമുണ്ടായിട്ടും BJPയിൽ ചേർന്നുവെന്നത് നമ്മുടെയൊക്കെ സമകാലീനമായ കോൺഗ്രസിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് കാരശ്ശേരി മാഷെ കോൺഗ്രസ്സുകാർ BJPയിൽ പോകുന്നത് തടയാൻ BJPയുടെ ഓപ്പറേഷൻ ലോട്ടസിനെതിരെ ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. മാഷപ്പോലുള്ള ആളുകൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ CPM ജയിക്കുന്നതിനെയും ഭരണത്തുടർച്ചയുണ്ടാകുന്നതിനെയും പറ്റി വെറുതെ ആശങ്ക പടർത്തുകയല്ല വേണ്ടത്. കാരശ്ശേരി മാഷത്തെ ഒരു തരം വൈരുദ്ധ്യ സിദ്ധാന്തമാണ് മാഷ് മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അവരെല്ലാം BJP പോകും, CPM ജയിച്ചാൽ CPM നശിക്കും. ഇതെന്ത് വിദണ്ഡവാദമാണ്, എന്ത് വിചിത്രവാദമാണ്. കോൺഗ്രസ്സുകാരെല്ലാം BJP പോകുന്നത് കോൺഗ്രസിൻ്റെയും BJPയുടെയും സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാനം ഒന്നായതുകൊണ്ടാണ്. അതാണ് മാഷപ്പോലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. വർഗപരമായി കോൺഗ്രസ്സിന് BJPയുടെ നിലപാട് തന്നെയാണുള്ളത്. എന്നാൽ BJPയെ പോലെ ഒരു മതരാഷ്ട്ര വർഗീയ അജണ്ട കോൺഗ്രസ്സിന് ഇല്ല. കോൺഗ്രസിൻ്റെയും BJPയുടെയും വർഗാടിസ്ഥാനം ഒന്നാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് കാരശ്ശേരി മാഷപ്പോലുള്ള ആളുകളുടെ വാദം എത്ര അന്തസാരശൂന്യവും വിചിത്രവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സാറ ടീച്ചർ പതിവ് പോലെ
ഇടതുപക്ഷം ശരിയല്ല, കറക്റ്റല്ല, അതിന് ബദലായിട്ട് ആം ആദ്മി ഉൾപ്പെടെ പരീക്ഷിക്കാമെന്ന് ചിന്തിച്ച ആളാണ്. ആ ഒരു നിലപാടെന്നാണ് ഇടതുപക്ഷത്തിനും പിണറായി വിജയനൊക്കെതിരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവരെല്ലാം ചേർന്ന് പല തലങ്ങളിൽ, വ്യത്യസ്ത തലങ്ങളിലാണെങ്കിലും ഒരേപോലെ പങ്കുവെക്കുന്നത് കേരളത്തിൽ തുടർഭരണം ഉണ്ടാവരുതെന്നാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ മോഡി അമിത്ഷാ സ്ട്രാറ്റജിയിൽ ഗോവയിലും അരുണാചൽ പ്രദേശിലും തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരോ ഒക്കെ സംഭവിച്ചതുപോലെ കോൺഗ്രസ്സുകാരെ കാലുമാറ്റിച്ച് BJP അധികാരത്തിൽ വരികയോ ചെയ്യണമെന്നാണ്. ഫലത്തിൽ അവരുടെ നിലപാടുകൾ എത്തുന്നത് അവിടെയാണ്. സച്ചിദാനന്ദ മാഷൊന്നും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളല്ല, നമുക്ക് വ്യക്തമായി അറിയാം. അവരുടെ വാദങ്ങളുടെ രാഷ്ട്രീയ അർത്ഥം അതാണ്. CPM-നും ഇടതുപക്ഷത്തിനും സംഭവിക്കാവുന്ന അപജയങ്ങളെ സംബന്ധിച്ച് CPM തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് നീങ്ങുന്നത്. ആ ദിശയിൽ ജാഗ്രതാ ഇടപെടലുകൾ തന്നെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശശി മാഷൊക്കെ പറയുന്നത് പോലെ അധികാരവും ഭരണ തുടർച്ചയും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ കരിയറിസ്റ്റുകളെ സൃഷ്ടിക്കാം, തെറ്റായ പ്രവണതകൾ ഉണ്ടാക്കാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനാപരമായ തന്നെ അതിൻ്റെ ഒരു ഉൾപാർട്ടി ഘടന എപ്പോഴും ഇത്തരം പ്രവണതകളെ തിരിച്ചറിയാനും തിരുത്താനും ജാഗ്രതാ ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നാണ്. സഖാവ് ലെനിൻ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 11ാം കോൺഗ്രസ്സിൽ വിപ്ലവാനന്തരം വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അംഗങ്ങൾ കൂടുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അംഗങ്ങളുടെ ഗുണനിലവാരം കൂട്ടുന്നതിന് ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം 11ാം പാർട്ടി കോൺഗ്രസ്സിൽ സഖാവ് ലെനിൻ നടത്തിയ പ്രസംഗം കരിയർ ലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരാനും ആധിപത്യം ഉറപ്പിക്കാനുമുള്ള സാധ്യതയെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിച്ചത്. CPM ഭരണ തുടർച്ചയുണ്ടായ ഘട്ടത്തിൽ തന്നെ കേരള സംസ്ഥാന കമ്മിറ്റി ഭരണവും പാർട്ടിയും എന്ന പേരിൽ ഇക്കാര്യത്തിൽ ഒരു ലഘു രേഖ തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ രേഖ അധികാരമുള്ള ഒരു പാർട്ടി എന്ന നിലക്ക് വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ തൊട്ട് ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇടപെടുന്ന ജനപ്രതിനിധികളും ഒക്കെയുള്ളൊരു പാർട്ടി എന്ന നിലക്ക് ആ പാർട്ടിയിൽ വരാൻ സാധ്യതയുള്ള അപജയത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉൾപാർട്ടി സംവിധാനമുണ്ട് എന്ന കാര്യം കാരശ്ശേരി മാഷക്ക് അറിയാത്തതാവും, സാറ ടീച്ചർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാവും. പക്ഷേ സച്ചിദാനന്ദൻ മാഷക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. സച്ചി മാഷ് ഇവിടെ മാറി മാറി സർക്കാരുകൾ വരുന്നതാണ് കേരളത്തിൽ നല്ലതെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർ ചേർന്നുണ്ടാക്കുന്ന മുന്നണികൾക്കും പിറകിലുള്ള വർഗ താല്പര്യങ്ങളെ, സാമ്പത്തിക നയങ്ങളെ സംബന്ധിച്ച ഒരു തരം അലസത അല്ലെങ്കിൽ ഒരു അജ്ഞത മാഷ് പുലർത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. UDF-ഉം BJP-യും പ്രതിദാനം ചെയ്യുന്നത് ഏതേത് വർഗങ്ങളുടെ താല്പര്യമാണെന്ന് ചിന്തിക്കാതെ കേവലമായ ഭരണമാറ്റത്തെക്കുറിച്ച് ആര് പറഞ്ഞാലും അത്തരം വർത്തമാനങ്ങൾ, അത്തരം നിലപാടുകൾ അരാഷ്ട്രീയ വാദമായിട്ടേ മനസ്സിലാക്കാൻ കഴിയും. അത്യന്തം സൂക്ഷ്മതയോടെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ ഇടപെടുന്ന സച്ചിമാഷയെ പോലെയുള്ള ഒരാളിൽ നിന്ന് ഒരു കാരണവശാലും ഭരണമാറ്റത്തെക്കുറിച്ച് കേവലമായ ഒരു പ്രസ്താവന ഇവിടുത്തെ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വരാൻ പാടില്ലാത്തതായിരുന്നു. ആഗോളവൽക്കരണത്തിൻ്റെയും വർഗീയവൽക്കരണത്തിൻ്റെയും ശക്തികളെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഇനി അധികാരത്തിൽ വരരുത്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം നശിച്ചു പോകുമെന്നൊക്കെ പറയുന്ന മാന്യന്മാർ, കൽപ്പറ്റ മാഷ പോലുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ആഗോളവൽക്കരണത്തിൻ്റെ, കോൺഗ്രസ് തുടങ്ങി വെച്ച ആഗോളവൽക്കരണത്തിൻ്റെ ഹിന്ദുത്വാനുകൂലമായ നിലപാടുകളുടെ എക്കാലത്തെയും സ്തുതിപാഠകരായിരുന്നു എന്ന കാര്യം ആരും മറന്നുപോകരുത്. അവരൊക്കെ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. കോൺഗ്രസും BJP-യും ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങളിലൂടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയാകെ തകർക്കുകയും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും അവരുടെ ജീവനോപാധികളിൽ നിന്ന് പറിച്ചെറിയുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, ഹിന്ദുരാഷ്ട്രം ലക്ഷ്യം വെച്ച് സംഘപരിവാർ ശക്തികൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ വ്യവസ്ഥക്കും ഭരണഘടനക്കും ഭീഷണി ഉയർത്തിയപ്പോൾ ഇതിനെയെല്ലാം രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായി പ്രതിരോധിക്കുന്നതിന് മുൻകൈയും സമരശേഷിയുമുള്ളത്, പ്രത്യയശാസ്ത്രപരമായ നിലപാടുള്ളത് ഇടതുപക്ഷത്തിനാണെന്ന കാര്യം ആർക്കാണ് അറിയാത്തത്? അത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ? എന്നാൽ കോൺഗ്രസ് ഹിന്ദുത്വവാദികളുമായി എല്ലാ കാലത്തും രഹസ്യവും പരസ്യവുമായി ബന്ധമുണ്ടാക്കുകയാണ്. ഇന്ത്യയുടെ സമകാലീന ചരിത്രം പഠിക്കുന്ന ആർക്കും അറിയാം, ബാബറി മസ്ജിദ് തൊട്ട് നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസ് BJP-യുടെ അജണ്ടയിൽ കളിച്ചവരാണ്. മുത്തലാഖ് നിയമം
നിർമ്മാണം തൊട്ട് എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് പാർട്ടി UAP NIA നിയമ ഭേദഗതി, മോട്ടോർ വാഹന നിയമ ഭേദഗതി, അതേപോലെ തന്നെ ലേബർ കോഡുകൾ, ഈ കാര്യങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടി BJPയുടെ അജണ്ടയെ എതിർക്കാനോ തോൽപ്പിക്കാനോ ഉള്ള രാഷ്ട്രീയ നിലപാടെടുത്ത് രംഗത്ത് വന്നിട്ടില്ല. പാർലമെൻറ്റിനകത്തും വന്നിട്ടില്ല, പുറത്തും വന്നിട്ടില്ല. 1951 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ രാജ്യത്തെ സോഷ്യലിസത്തിലേക്കുള്ള പാത നിർണയിച്ചുകൊണ്ടുള്ള പാർട്ടി പരിപാടി അംഗീകരിക്കുന്നത്. അതോട് ചേർന്ന് ഒരു നയപ്രഖ്യാപന രേഖ, 51 നയപ്രഖ്യാപന രേഖ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ രേഖയാണ് ജനകീയ ജനാധിപത്യത്തിനുള്ള സമരത്തിൽ പാർലമെൻ്ററി പ്രവർത്തനങ്ങൾ പ്രധാനമാണെന്ന് ചൂണ്ടിക്കാണിച്ചത്. അതനുസരിച്ചാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെട്ടതും ഭൂരിപക്ഷം കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ സർക്കാരുകൾ ഉണ്ടാക്കി ബദൽ നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചതും. ഇതിൽ കുറെ കൂടി വ്യക്തതയും ആഗോളവൽക്കരണ കാലത്തെ ബദൽ നയങ്ങളെ സംബന്ധിച്ച മൂർത്തതയും മുന്നോട്ട് വെച്ചത് 2000 തിരുവനന്തപുരത്ത് ചേർന്ന CPMൻ്റെ പ്രത്യേക സമ്മേളനമാണ് പാർട്ടി പരിപാടി കാലോചിതമാക്കി. ആ പരിപാടിയാണ് ഈ കാര്യത്തിൽ കുറെ കൂടി കൃത്യമായ നിലപാടുകൾ മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിലെ പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെയും ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നതിൻ്റെയും ഒക്കെ അനുഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാണ് അത് മുന്നോട്ട് വെച്ചത്. ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം കൈയാളുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടി മാത്രമല്ല, ജനങ്ങൾക്ക് നിയോ ലിബറൽ നയങ്ങൾക്ക് ബദലായ വികസന മാതൃകകൾ ഉയർത്തിക്കൊണ്ടുവരാൻ കൂടിയാണ്. അത് ഇന്നത്തെ ഒരു കേന്ദ്ര ഘടനക്കകത്ത്, അതിൻ്റെ പരിമിതിക്കകത്ത് പരമാവധി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ആ സാധ്യതകളെക്കുറിച്ചാണ് 2000 പാർട്ടി പരിപാടി, പുതുക്കിയ പാർട്ടി പരിപാടി ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി നിയോ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്കെതിരായിട്ട് അങ്ങേയറ്റം ജനകീയമായ, ക്ഷേമോന്മുഖമായ, വികസനോന്മുഖമായ, സ്റ്റേറ്റ് ഇടപെടലിൻ്റെതായ നയങ്ങളാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും കേരളത്തിൻ്റെ സാമൂഹ്യ മൈത്രിയും ക്ഷേമ വികസന പ്രവർത്തനങ്ങളും നിലനിർത്തുകയും ഒരു വികസിത സമൂഹം അനുഭവിക്കുന്ന മനുഷ്യ ജീവിത ഗുണനിലവാരം എല്ലാവർക്കും ഉറപ്പുവരുത്തുകയുമാണ്. അതിന് ഭരണത്തുടർച്ച ഉണ്ടായേ പറ്റൂ.